ഹായ് കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ. ഇത് കൊടൈക്കനാൽ ഗുണൈക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാവരും കാണണം. സുഗന്ധി ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാണുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇതിന് മറുപടി പറയുന്നില്ല. ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് എന്ത് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് എങ്ങനെ കണ്ടാൽ മനസ്സിലാവേ ഇല്ല. പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? പെൺകുട്ടിയായിരുന്നു അല്ലേ? ബോയ്ക്കട്ടൊക്കെ അടിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ? ഞാനിപ്പോ ഇതിന് മറുപടി പറയുന്നില്ല. ഇതൊക്കെ വീഡിയോയിൽ ഇട്ടാ നീ ഇത് കുറച്ച് സ്പേസ് കൊണ്ട് എല്ലാം കൊണ്ടൊന്നും എല്ലാ സാധനം കൊണ്ടും മുഖത്ത് വെച്ച് ക്യാമറയിൽ എടുക്കണോ? അവളെ കണ്ണ് നോക്കിയാ എന്ത് ശാന്തമാവേ, ഫണ്ണി അല്ല എനിക്കറിയാം. ക്യാമറ മാറ്റി എന്നിട്ട് സംസാരിക്കും. എല്ലാത്തിനും ക്യാമറ പൊക്കി പിടിക്കുന്ന എന്തിനാ? ഓഫാക്കി ക്യാമറ. എന്തൊരടങ്ങാറാ. അത് ക്യാമറ ഓഫ് ആക്കിയതാണോ? ഞാൻ എന്താ പൊട്ടിയാണോ? എന്റെ ഓഡിയൻസ് എല്ലാം കാണണം എന്ന് എനിക്ക് നിർബന്ധം. എല്ലാം കാണണം. ക്യാമറ കാരണം ക്യാമറ കയ്യിലാണ് ഇവള് വേറൊന്നും പറയില്ല. ക്യാമറയിൽ സീരിയസ്ലി എനിക്ക് സംസാരിക്കണേ, നീ ആ ക്യാമറ മാറ്റ്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഇപ്പൊ. എന്താണ് നിന്റെ പ്രശ്നം? ഇവനെന്താ ഇങ്ങനെ എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ബോക്സ് ചെയ്യുന്നിട്ട് ഊക്കുവാണ്. അയ്യോ ചൈൽഡ് ബ്രോ. നോ, ഐ ആം എ മോൺസ്റ്റർ. ഐ ആം എ ഗ്രോൺ അപ്പ് മാൻ. അൺബോക്സിംഗ് ടൂറെന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് കുറെ അൺബോക്സിംഗ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ പെങ്ങളെയും വെച്ച് കുറച്ച് നാൾ വീഡിയോസ് ചെയ്തു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ മേടിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലായില്ലേ? എടാ ദേഷ്യം പിടിപ്പിക്കല്ലേ സാലി. ഇറിറ്റേറ്റ് ചെയ്യുന്നേ. ഞാൻ മുമ്പോട്ടിരിക്കുക, പ്രശ്നം കഴിഞ്ഞില്ലേ? ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് എനിക്കൊരാളെ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. സീരിയസ്ലി ഞാൻ കണ്ടിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഇല്ല ഗൈസ്, ഈ കമന്റ് ഇട്ട് സമയം കളയുന്ന നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. അതാദ്യം മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ ഇമോഷൻസ് ഒന്നുമില്ല. ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ പ്രൈവസി ഇല്ല. കണ്ടില്ലേ അവൻ പറയുന്നത്? ഞാൻ ഇങ്ങനെയല്ലേ, നിനക്ക് തന്നെ അറിഞ്ഞൂടെ? ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വേറൊരാളാണ്. ഒരു ഫോർച്യൂണർ മേടിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ കമന്റ് ഇടുന്നത് നിങ്ങളാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കമന്റ് ഇട്ട് പറയുന്ന അൺബോക്സിംഗ് ടൂളിന്റെ ഒരു വീഡിയോ തന്നെ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നേക്കുന്നത്. കാരണം മറ്റുള്ള വീഡിയോസിനൊന്നും റീച്ച് ഇല്ല. എന്നാൽ പിന്നെ ഒരു പണി ഫോർച്യൂണർ മേടിച്ചേക്കാന്ന് കരുതി ഉടനെ ഒരു കണ്ടന്റ് പിടിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇങ്ങനെയല്ലേ, നിനക്ക് തന്നെ അറിഞ്ഞൂടെ? അപ്പൊ ഇതിന്റെ അടിയിൽ കമന്റ് ഇട്ട് അവരെ തെറി വിളിക്കുന്ന നിങ്ങളാണ് ശരിക്കും മണ്ടന്മാര്. വെറുതെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇതിന് മറുപടി പറയുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് അത്ര ഇല്ല. ഇനി ഒരിക്കലും പെയ്യത്തില്ല. പാടിയുറക്കാം ഇന്നെന്റെ അമ്മയില്ല പൊന്ന് മാടാത്തൊരു മാടപ്പിറവ് പാടിയുറക്കാം മാനാത്തൊരു ഉറങ്ങിക്കാം, എഴുന്നേക്കരുത്. ഇതൊരവസ്ഥയോടെ പൊന്ന് ചേച്ചി, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഈ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ അവളെ നീ ഇന്നതാടാ കാറ്റിന് മുമ്പൊന്നും പഠിപ്പിച്ചതൊക്കെ 500-ലെ വർക്ക് എണ്ണം കൂടി ആയതുകൊണ്ട് നടക്കില്ല. പിന്നെ ഞാൻ കാല് പിടിക്കാം. ഇങ്ങനെ തന്നെ വാക്വം ക്ലീനർ വല്ലതും ആണോ? അതിനെ കൊണ്ട് വീട്ടിലാക്കി കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ നീ കാല് പിടിക്കുക, കാലിന്റെ ഇടയിലേക്ക് എങ്ങോട്ടെങ്കിലും പോകും. സഹിക്കാൻ വയ്യ. ചില്ലറ കഴപ്പല്ല. റീച്ച് ആവാൻ വേണ്ടി എന്തൊക്കെ അപരാധങ്ങൾ കാണണം നമ്മള്. അല്ല കാണിക്കുന്നല്ലേ, അപ്പൊ പിന്നെ കാണാതിരിക്കാൻ. ഈ വൈറലാവാൻ വേണ്ടി ഈ പ്രാന്ത് മൊത്തം കാണിക്കുമ്പോ ജീവനെ പേടിയില്ല നിങ്ങൾക്കൊന്നും. ആള് കാനഡയിൽ ഷെഫാണ്. രണ്ടാമത്തെ മകൻ ആൽവിൻ ജോസ് കപ്പലിലെ ക്യാപ്റ്റനാണ്, മെർച്ചന്റ് നേവി. അയ്യോ വിഷയമാണേ. മകള് കാനറ ബാങ്കിലെ ഓഫീസർ, അസിസ്റ്റന്റ് മാനേജർ. മരുമകൻ മുനിസിപ്പൽ മജിസ്ട്രേറ്റ്. ഒരു കുടുംബം മൊത്തം ഉണ്ടല്ലോ അതിനകത്ത്. മാനന്തവാടി കോർട്ട്. ഇനി കൊച്ചുമക്കളാന്ന് പറഞ്ഞ സിദ്ധാർത്ഥൊന്നും കാണിച്ചേക്കല്ലേ. കാണാനുള്ള പ്രാണിയില്ല, പേടിയായിപ്പോ. ഈ ടൈഗർ എന്താ സംഭവം? പിന്നെ ഇതൊക്കെ എന്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാരും. ഇനി കൊച്ചുമക്കളെ ഒന്നും കാണിക്കല്ലേ ദൈവം. 6 പേര്
എല്ലാവരും പേരിടാൻ ആ അതും കൂടി കാണാനുണ്ട്, വേണ്ട സ്കിപ്പ് ചെയ്തേക്കാം. ഒരു അമ്പലത്തിൽ പൂജക്ക് വരുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പൂജയ്ക്ക് സെറ്റ് സാരിയല്ലേ കൊടുത്തു, അല്ലാതെ ഞാൻ ഷെഡിയും ബ്രേസ് റൂട്ട് ബിഗിനി അല്ലല്ലോ ഇട്ടത്. ഇവിടെ ഒരു ഫാഷൻ ഡിസൈനറായി എനിക്ക് ഞാൻ ആരുടെ ഔദാര്യം ചോദിക്കേണ്ടത്, ആരുടെ പെർമിഷൻ ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് ഇഷ്ടമുള്ള എന്റെ ബോഡിക്ക് ഓക്കെ ആവുന്ന ഡ്രസ്സ് ഞാൻ ധരിക്കും. അത് ആരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി കാണിക്കില്ല. ആവശ്യമില്ലാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ. ഈ വീഡിയോ ഞാനിവിടെ കാണിക്കാനുള്ള റീസൺ എന്ന് വെച്ചാലേ ചിലവന്മാർക്കൊരു കൊട്ട് കൊടുക്കാനുണ്ടായിരുന്നു. നമസ്കാരം. ഈ താഴത്തെ ഈ വീഡിയോയിൽ കാണുന്നത് മലനട ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു DJ പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് ഈ താഴെ കാണുന്നത്. കണ്ടല്ലോ, DJ എന്ന് പറയുന്ന പെൺകുട്ടി മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് അമ്പലത്തിന്റെ പരിസരത്ത് മാത്രം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അമ്പലത്തിന്റെ പുറത്ത് വേറെ ഡ്രസ്സ് ഇടണം. ഇതിന് അമ്പലത്തിന് മാത്രമേ മാന്യത ഉള്ളൂ, പുറത്തിറങ്ങുന്ന മാന്യതയൊന്നും വേണ്ട. അമ്പലത്തിന്റെ പരിസരത്താണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ ഒരു ഹാം പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് ഹാം ഉണ്ടാക്കരുത് എന്നാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു, എന്റെ യൂണിഫോം ഷോർട്സ് ആയിരുന്നു, മിനി സ്കേർട്ട് ആയിരുന്നു. എന്ത് വെളിവില്ലായ്മയാണ് ഈ പറയണെന്ന് ഞാൻ വിചാരിക്കും. വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല, ലോകം എന്താണെന്ന് അറിയില്ല. അവരുടെ ലോകമാണ് മറ്റുള്ളവരുടെ ലോകം എന്ന എല്ലാവരുടെയും വിചാരം. എന്റെ യൂണിഫോം അതാണ്, എന്റെ മോളുടെ യൂണിഫോം അതാണ്. എന്റെ മോള് ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിൽ, മാള ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിൽ അവളുടെ ടീച്ചേഴ്സ് ഗോവൻസ് റഷ്യൻസുമാണ്. അവരവിടെ യൂസ് ചെയ്യുന്ന ട്രൗസേഴ്സും സ്ലിപ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവർ പോകുന്ന സ്കൂളിൽ അവരുടെ മക്കളും അവർ പഠിച്ച സ്കൂളിലല്ല എൻ്റെ കുട്ടി പഠിക്കുന്നത്. കാരണം അവളൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വളരുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു തരത്തിലും അവൾക്കറിയാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യൂലെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് അവളിലും അവൾക്ക് എന്നിലും ഒരു വിശ്വാസമുണ്ട്. ചില അമ്പലത്തിലെ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. അമ്മാതിരി നഗ്നതയൊക്കെയാണ് അതിനകത്ത് വരച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ ആർട്ടിസ്റ്റിന്റെ കഴിവാണെന്നാണ് പറയുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ ഈ അനാവശ്യ പകൽമാന്യനും സംസ്കാരം പറച്ചിലും ഈ ഓൺലൈൻ ആങ്ങളകളെയൊക്കെ നിർത്തിക്കൂടെ സുഹൃത്തെ? നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? നമ്മൾ യോജിക്കുന്നുമില്ല, യോജിക്കാതിരിക്കുന്നുമില്ല. പക്ഷേ ഈ കണ്ടവന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ഈ സ്വഭാവം, ഈ സദാചാര കളി നിർത്തിക്കൂടെ? മതിയാക്ക്. ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? അവരെന്തെങ്കിലും കാണിച്ചു പോകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് ഒരിക്കലും DJ എന്ന് പറയുന്ന പ്രോഗ്രാം അത്രയ്ക്കും മോശമായ പരിപാടിയാണെന്നോ, ഒരു കുട്ടിപ്പാവട കണ്ടപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഊർന്നു പോയോ? അല്ലെ DJ നടത്തുന്ന പെൺകുട്ടി ഫുള്ള് കവർ ചെയ്തുകൊണ്ട് പർദ്ദ ഇട്ടുകൊണ്ട് വരണമെന്നോ ഒന്നുമല്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവൻ എവിടുന്ന് വരുന്നവൻ? അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ചുമ്മാ കളന്ന് ന്യായീകരിക്കുക, അതിർന്നതല്ല ഇതിർന്നതല്ല പ്രശ്നം. പിന്നെ നിങ്ങൾക്കത് പറഞ്ഞ് ജയിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള ഒരു കാര്യമാണ്, അമ്പലം, പള്ളി, അതുപോലെയുള്ള ആരാധനാലയങ്ങളിൽ അല്ല, എനിക്ക് അറിയാൻ പാടത്തോടെ ഈ അച്ചടക്കം എന്ന് പറയുന്ന സാധനം ഈ അമ്പലപ്പറമ്പിൽ മാത്രം മതിയോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് കുളത്തരവും കാണിക്കാന്നാണോ പറയുന്നത്? ഒരു അച്ചടക്കം പാലിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അച്ചടക്കം എന്ന് പറയുമ്പോൾ ഇപ്പൊ എപ്പോഴും അച്ചടക്കം വേണ്ടേ? നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റി സുഹൃത്തെ. അവരെങ്ങനെയെങ്കിലും നടത്തട്ടെ. ആ പരിപാടി നടത്തിയവരോ അവരുടെ വസ്ത്രധാരണം കാരണം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? നിങ്ങളുടെ ആത്മീയത വല്ലതും ചോർന്നു പോയോ? അതോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല? എന്താണ്? അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അപ്പൊ നിങ്ങൾ പറയും നീ നിന്റെ കാര്യം നോക്കാൻ. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഒരു അനാവശ്യമായി കൈകടത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ചുറ്റുപാടുമുള്ള അല്ലെ ആ ഒരു പരിസരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സമൂഹം. അതാണോ സമൂഹം? അതാണോ അവരെ നോക്കിയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അവരുടെ ഇതാണോ എവിടെയോ കിടക്കുന്ന ലോ ക്ലാസ് തേർഡ് റേറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇത് നോക്കിയാണോ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തേണ്ടത്? വിദ്യാഭ്യാസ വിവരവും ലോക വിവരം ഇല്ലാത്ത ഒരു ഇട്ടാവട്ടത്ത് മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കമന്റ്സ് നോക്കി അങ്ങനെയാണോ നമ്മളെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ആണോ? നിങ്ങളുടെ എത്ര പേരാണ് ഇതിനെ എതിർക്കുന്നത്, എത്ര പേരാണ് യോജിക്കുന്നത്? തൊലിയുരിയാണ് കേട്ടിട്ട്. തുടങ്ങിയപ്പോ നല്ല അടിപൊളിയായിട്ടൊക്കെ എനിക്ക് തോന്നി. പോടെ ഒന്ന് നിർത്തടേ, എന്നിട്ട് പോടെ എങ്ങോട്ടെങ്കിലും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റാപ്പർ വേടൻ. അവന്റെ ഒരു സോങ്ങിൽ പറയുന്നില്ല, പാനല്ല, പറയാനല്ല, പൊലനല്ല, തമ്പുരാനുമല്ല, ആണ് ഒരു മയിലുമില്ല എന്നല്ല അവന്റെ ഒരു സോങ്ങിൽ അവൻ പറയുന്നത് ഗേസ്. അപ്പൊ നിങ്ങൾ നോക്കൂ ഗേസ്, ഞാൻ എവനെ പോലെ ഒരു എക്സി ജാതി, എക്സി വർഗം, വേടൻ എന്നുള്ള ഒരു വർഗത്തിൽ പെട്ടവനാണ് ഞാൻ. ബ്ലാക്ക് ക്യാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് ക്യാറ്റ് ഒറ്റ ഇതിൽ പറയുവാണെങ്കിൽ
പക്ഷെ ഞാൻ എന്റെ കോലം മാറ്റി ഞാൻ അത്യാവശ്യം പേക്കോലായിട്ടുണ്ട്. ബാലൻ പോലെ എന്നുള്ള ഇതിൽ വേർതിരിപ്പ് കാണിക്കാതെ ഞാൻ ടാറ്റു ഒക്കെ ചെയ്ത് നീ അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞോളം കുടിച്ചിട്ടാ ഞാൻ എന്റേതായ ഒരു റിച്ച് വിലയാണ് ഗൈസ് എനിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതണക്ക് എന്നെ വെളിയിൽ നിന്ന് ഒരുത്തൻ കണ്ടു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക അല്ലെങ്കിൽ USA, ഏത് സ്റ്റേജ്? യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക അല്ലെങ്കിൽ USA അല്ലെങ്കിൽ സ്റ്റേജ് 1 നാടകം തുടങ്ങി. നമ്മളെ സൗത്ത് ആഫ്രിക്ക മോഡലായിരിക്കും ഞാൻ വരുന്നത്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ GTA സാൻ ആൻഡ്രിയാസിലെ മറ്റേ RJ DJ എന്നെ പേരും മറന്നുവല്ലോ. അത് തന്നെ ഇതിനെപ്പോലെ ഉണ്ട്. പക്ഷെ എന്നെ കാണപ്പോഴും അതണക്കായിരിക്കും കേസ്. എന്നെ കാണപ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന കേസ്. അപ്പൊ നമ്മളും ചെറിയ യോയും ലുക്കും മോഡലിംഗ് ഒക്കെ കാണിക്കാറുണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത് ഗൈസ്. ശരി എന്നാ വല്ലാത്തൊരു ക്ഷീണം. ഒരു പാട്ടിട്ടടാ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ മാവി തേഞ്ഞിറങ്ങു, പൂ പോലെ നീ വിരിഞ്ഞു. ഇങ്ങനെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തെരങ്ങളും തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി ഇങ്ങനെയൊന്നും വരള പാടണ്ട. ഇതുപോലെ ഒന്ന് പാടി നോക്കടാ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഇതിന്റെ മുഴുവൻ സോങ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അഭിറാമൻ എന്തോ ആണ് പേര്. അടിപൊളിയായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു വോയിസ് ഒക്കെ കേൾക്കാനായിട്ട്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല. എന്നിട്ടാണ് നിങ്ങളെനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങളോ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ശരിയല്ലേ? അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എന്നിട്ടാണോ നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചോദിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും ആർക്കും റീച്ച് കിട്ടണമെന്നോ സപ്പോർട്ട് കിട്ടണമെന്നോ ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാറില്ല ആർക്കും. എൻ്റെ ഈ വീഡിയോ 1-2 ലക്ഷം പേര് കണ്ടാലേ ഉള്ളൂ. സപ്പോർട്ട് വേണമെന്ന് പറയുന്നവർ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അല്ലാണ്ട് സെൽഫിഷായിട്ട് എനിക്ക് സപ്പോർട്ട് വേണമെന്ന് മാത്രം പറയുന്നതോട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പോകുന്നതായിരിക്കും. ബൈ ഫോർ നൗ. എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.